സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ വീടുകൾ സന്ദർശിച്ച മുഖ്യമന്ത്രിയും മന്ത്രിമാരും. ഗൌതമിന്റെ വീട്ടിലെത്തിയ മുഖ്യമന്ത്രി കുടുംബത്തെ ആശ്വസിപ്പിച്ചു. ജോണിന്റെയും ഷിജിന്റെയും വീട്ടിലെത്തി ഫിഷറീസ് മന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും മകൻ സർക്കാരിന്റെ വീഴ്ചകൾ എണ്ണി പറഞ്ഞു. കടുത്ത വിമർശനങ്ങൾക്കിടയിലാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നീണ്ടകരയിൽ കാണാതായ ഗൗതം കൃഷ്ണയുടെ വീട്ടിലെത്തിയത്. കുടുംബത്തെ ആശ്വസിപ്പിച്ച ശേഷം സർക്കാർ ഇടപെടൽ കാര്യക്ഷമമാകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. കുടുംബത്തെ സർക്കാർ സഹായിക്കുമെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. സർക്കാരിന് സാധ്യമായ തരത്തിലെല്ലാം ഈ കുടുംബങ്ങളെ സർക്കാർ സഹായിക്കും. ഡേ 1 മുതൽ തന്നെ വെളുപ്പാങ്കാലത്ത് ആദ്യം എത്തിയത് മന്ത്രി ഷിബു ബേബി ജോണാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രി വി. അബ്ദുൾ ഗഫൂറും ജോണിന്റെയും ഷിജിന്റെയും വീട്ടിലെത്തി. സർക്കാർ വീഴ്ചകൾ മന്ത്രിമാർക്ക് മുന്നിൽ നിരത്തിയായിരുന്നു ജോണിന്റെ മകന്റെ പ്രതികരണം. മുഖ്യമന്ത്രിയുടെ അധിക്ഷേപ പരാമർശവും മന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇന്നിപ്പോ കാണാതിരുന്ന് 11 ദിവസമായി. 11 ദിവസമാകുമ്പോൾ ഈ 11 ദിവസം ഞങ്ങൾ അനുഭവിച്ച മാനസിക വ്യതകളെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നാളെ പപ്പ തിരിച്ചു വരുമെന്ന് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടും തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്നു. അവർക്ക് നഷ്ടപ്പെട്ടത് വിലപ്പെട്ട ജീവനാണ്, അവരുടെ സ്വന്തമാണ്. സെർച്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രതീക്ഷ കൈവെടിയാതെ തന്നെ ഗവൺമെൻറ് ചെയ്യാൻ കഴിയാവുന്ന പരമാവധി കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു SOP വേണം എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് SOP ഫ്രെയിം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2-way കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നമുക്ക് സാധ്യമാക്കാമെന്നുള്ളതിനെക്കുറിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട്. ഞങ്ങൾ ഓൾറെഡി ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഒന്നുകൂടി സ്പീഡപ്പാക്കി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ്. എന്നാൽ 11ാം നാളിലും കാണാതായവരെ പറ്റി യാതൊരു വിവരവുമില്ല. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.